ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സും പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സും എന്നീ രണ്ട് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഈ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സും പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സും. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ഈ വീഡിയോ നമുക്ക് അടുത്ത രണ്ട് ഓപ്പറേറ്റേഴ്സിനും കൂടെയാണ് നോക്കുന്നത്. ആദ്യമായിട്ട് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ. ഇതിൽ ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലസ് സൈന്, അതിനെയാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിന് പകരം രണ്ട് മൈനസ് സൈൻ ആണെങ്കിൽ അതിനെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നും പറയും. അപ്പോൾ അതാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും. ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ, ഒരു നമ്പറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയബിളിൻ്റെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ രണ്ട് പ്ലസ് സൈൻ ഉപയോഗിക്കും. അതിനെ ഇൻക്രിമെൻ്റ് എന്ന് പറയും. അതേസമയം അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂവിനെ ഓരോ യൂണിറ്റായിട്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ട് മൈനസ് സിമ്പിൾ യൂസ് ചെയ്യും. അതിനെ ഡിക്രിമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ ഇൻക്രിമെൻ്റ് ചെയ്യണമെങ്കിൽ, ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഓരോ യൂണിറ്റ് വെച്ച് ഡിക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, അതായത് രണ്ട് പ്ലസ് സിമ്പൽ പിന്നെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ രണ്ട് മൈനസ് സിമ്പൽ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ രീതിയാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഈ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മെയിൻലി ഒരു യൂണറി ഓപ്പറേറ്ററാണ്. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറൻ്റേ ഉള്ളൂ. ഇത് ഇവിടെ നോക്കുക, എ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എ മൈനസ് മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഓപ്പറൻ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പ്ലസ് പ്ലസ് എ മൈനസ് മൈനസ് എ. അപ്പോൾ ഇവിടെ എല്ലാം ഓരോ ഓപ്പറൻ്റ് വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊരു യൂണറി ഓപ്പറേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേറ്റർ ആയിരുന്നു. കാരണം രണ്ട് ഓപ്പറൻ്റ് ഉണ്ടെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഇവിടെ നമുക്ക് ഒരു ഓപ്പറൻ്റ് മതി, മീനിങ് ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഇനി നമുക്ക് ഈ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസ്റ്റ് ഫിക്സ് ഓപ്പറേറ്ററും പ്രീ ഫിക്സ് ഓപ്പറേറ്ററും. ഇത് സാധാരണ എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷേ എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, എന്താണ് പോസ്റ്റ് ഫിക്സ് എന്നും എന്താണ് പ്രീ ഫിക്സ് ഓപ്പറേറ്റർ എന്നും. ഈ പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓപ്പറൻ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഓപ്പറേറ്റർ വരുന്നത് എങ്കിൽ അതിനെ പോസ്റ്റ് ഫിക്സ് ഓപ്പറേറ്റർ എന്ന് പറയും. അതായത് ഓപ്പറൻ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഓപ്പറേറ്റർ വരുന്നത് എങ്കിൽ പോസ്റ്റ് ഫിക്സ് ഓപ്പറേറ്റർ എന്ന് പറയും. ഈ കേസിലും അങ്ങനെയാണ്. ഓപ്പറൻ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഓപ്പറേറ്റർ വന്നിട്ടുള്ളത്. അതേസമയം ഓപ്പറൻറ്റിന് മുന്നെയാണ് ഓപ്പറേറ്റർ വന്നത് എങ്കിൽ അതിനെ പ്രീ ഫിക്സ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇത് പോസ്റ്റ് ഫിക്സ് ഓപ്പറേറ്റർ, ഇത് പ്രീ ഫിക്സ് ഓപ്പറേറ്റർ. ഈ ഓപ്പറൻ്റ്, അതായത് ഈ എ ഓപ്പറൻ്റ് കഴിഞ്ഞാണ് സിമ്പിൾ വരുന്നതെങ്കിൽ, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ്, ആ ഓപ്പറേറ്റർ വരുന്നതെങ്കിൽ അതിനെ പോസ്റ്റ് ഫിക്സ് ഓപ്പറേറ്റർ എന്ന് പറയും. ഓപ്പറൻ്റ് മുന്നെയാണ് സിമ്പിൾ വരുന്നതെങ്കിൽ, ഓപ്പറൻ്റിന് മുന്നെയാണ് ഈ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ വരുന്നത് എങ്കിൽ അതിനെ പ്രീ ഫിക്സ് ഓപ്പറേറ്റർ എന്നും പറയും. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, എക്സാമിന് ഇത് ചോദിക്കത്തില്ല. ഇത് ആക്ച്വലി മാത്തമാറ്റിക്സ് ആ സെക്ഷൻ സൈഡിൽ വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇവിടെ എ പ്ലസ് പ്ലസ് എന്നും എ മൈനസ് മൈനസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒരു ഓപ്പറൻ്റേ ഉള്ളൂ. ആ ഓപ്പറൻ്റ് കഴിഞ്ഞിട്ടാണ് ഓപ്പറേറ്റർ വരുന്നത്. ഇവിടെ ഈ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഈ എ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. എ ഈക്വൽ ടു എ പ്ലസ് 1. ഈ എ ഈക്വൽ ടു എ പ്ലസ് 1ൻ്റെ ഷോർട്ട് ഫോമാണ് ആക്ച്വലി ഈ എ പ്ലസ് പ്ലസ് എന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്, എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്യുക, ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യുക എന്നാണ് ഈ എ പ്ലസ് പ്ലസ് എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. അതായത് എ ഈക്വൽ ടു എ പ്ലസ് 1. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യും തോറും എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ പ്ലസ് 1, അങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ എ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, എ ഈക്വൽ ടു എ മൈനസ് 1 എന്ന്. ഇതിവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതോറും അതിൻ്റെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് കുറഞ്ഞു വരും. അതായത് ഡിക്രിമെൻ്റ് ആവും. അതിനെയാണ് എ മൈനസ് മൈനസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ഓപ്പറൻറ്റ് മാത്രം മതി. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്യും. എ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് വെച്ച് ഡിക്രീസ് ചെയ്യും, അതായത് ഡിക്രിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഇക്വേഷനാണിത്. ഇത് ജസ്റ്റ് മീൻ ചെയ്തൊന്നുമില്ല. എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എ പ്ലസ് പ്ലസ്, അത്രയേ ഉള്ളൂ. നമ്മളിതിങ്ങനെ സോൾവ് ചെയ്താലും ഈ ഒരു മീനിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള യൂസ് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കുമ്പോൾ ഫോർ ലൂപ്പിൻ്റെ അകത്തൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഫോർ ലൂപ്പിൻ്റെ അകത്തെല്ലാം നിർബന്ധമായി യൂസ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ എ പ്ലസ് പ്ലസ് എന്നൊക്കെ ഉള്ളത്. അപ്പം അത് വരെ അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ പ്ലസ് പ്ലസ് എന്ന് വെച്ചാൽ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതോറും എയുടെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് കൂടും. എ മൈനസ് മൈനസ് എന്ന് വെച്ചാൽ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതോറും എയുടെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് മൈനസ് ചെയ്തുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, ഓരോ യൂണിറ്റ് വെച്ച് കൂടുകയുള്ളൂ, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വെച്ച് കുറയുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. ഇത് ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ. അല്ലാതെ ഇതൊരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള 2 എക്സാമ്പിളാണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഒരു ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാം. ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്നോ അല്ലെങ്കിൽ ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്നോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോമിലെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് ചില സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുള്ളൂ. നമ്മുടെ ഈ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. എ പ്ലസ് പ്ലസ് എന്ന അല്ലെങ്കിൽ എ മൈനസ് മൈനസ് ഈ ഒരു ഫോർമാറ്റിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ചില സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഈ ഒരു ഫോർമാറ്റും യൂസ് ചെയ്യും. ആ ഒരു ഫോർമാറ്റും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇവിടെ ആദ്യം പറയുന്നത് ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്നാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റായിട്ട് അല്ലെങ്കിൽ 2 ഇക്വേഷനായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കും. ഈ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു എയും എ ഈക്വൽ ടു എ പ്ലസ് വണ്ണും. ഈ എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എഴുതിയ ആ സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പം ബി ഈക്വൽ ടു എ പ്ലസ് വണ്ണിനെ നമുക്ക് 2 ഇക്വേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ബി ഈക്വൽ ടു എയും എ ഈക്വൽ ടു എ പ്ലസ് വണ്ണും. ഇവിടെ നമുക്ക് ഇത് എഴുതാനായിട്ടുള്ള ഈസി മെത്തേഡ് എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ബി ഈക്വൽ ടു എ ആദ്യമേ നമുക്കിവിടെ വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഇക്വേഷൻ ബി ഈക്വൽ ടു എ എന്ന് എഴുതുക, രണ്ടാമത്തെ ഇക്വേഷൻ എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്ന് എഴുതുക. എന്നാൽ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനെയും നമ്മൾ 2 ഇക്വേഷനായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എ ഈക്വൽ ടു എ പ്ലസ് വണ്ണും ബി ഈക്വൽ ടു എയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ 2 ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. ഇവിടെ രണ്ടാമത് വന്ന ഇക്വേഷൻ നമ്മൾ ഇവിടെ ആദ്യമേ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. 2 ഇക്വേഷൻ തന്നെയാണ്. ആദ്യം എഴുതുന്ന ആ ഒരു സംഭവത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഈ 2 ഇക്വേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ, ഈ ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്ന് വന്നിട്ടുള്ളതുകൊണ്ട് ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ പ്ലസ് പ്ലസ് എ എന്ന് പറയുന്ന സംഭവമായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. എന്നിട്ടാണ് രണ്ടാമത്തെ ഇക്വേഷനായിട്ടാണ് ബി ഈക്വൽ ടു എ എന്ന് എഴുതുന്നത്. ഈ കേസിലാണെങ്കിൽ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ബി ഈക്വൽ ടു എ എന്നതായിരിക്കും ആദ്യം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ഇക്വേഷനായിട്ട് ബി ഈക്വൽ ടു എ എഴുതുന്നതും രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്നും എഴുതുന്നത്. ഇതിപ്പോൾ രണ്ടും തമ്മിൽ എക്സിക്യൂഷൻ നടത്തുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്നാണ് ഇക്വേഷൻ എഴുതിയിട്ടുള്ളതെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം ഈ ഇക്വേഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്നിട്ട് രണ്ടാമതായിരിക്കും ഈ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സംഭവം ഈ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ എ എന്ന് പറയുന്ന വേരിയബിൾ എന്താണോ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ടാണ് എയുടെ വാല്യൂവിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്, അതായത് എയുടെ വാല്യൂ 1 യൂണിറ്റ് വെച്ച് ആഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എയുടെ വാല്യൂ എന്താണോ അതിനെ ബിയിലോട്ട് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് എയുടെ വാല്യൂവിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ആ ഒരു രീതിയാണ് ഈ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇനിഷ്യൽ വാല്യൂ ഓഫ് എ ഈക്വൽ ടു 5 ആണ് എങ്കിൽ ആദ്യം അത് ഈ എ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യിക്കുന്ന ആ വാല്യൂവിനെ ബിയിലോട്ട് സ്റ്റോർ ചെയ്യും. അതാണ് ബി ഈക്വൽ ടു 5 ആവുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എയുടെ വാല്യൂവിനെ 1 യൂണിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പം എ ഈക്വൽ ടു 6 ആവും. അപ്പോൾ ഒരു തവണ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു തവണ ഈ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബിയുടെ വാല്യൂ 5 ആവുകയും ചെയ്യും, എയുടെ വാല്യൂ 6 ആവുകയും ചെയ്യും. എന്നാൽ ഈ കേസിലാണെങ്കിൽ
ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്ന ഒരു ഫോർമാറ്റിലാണ് എഴുതുന്നതെങ്കിൽ ആദ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു പാർട്ടായിരിക്കും. അതായത് ആദ്യം എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന ആ സെക്ഷനായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും ബി ഈക്വൽ ടു എ എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെയും എയുടെ വാല്യൂ 5 ആണെന്ന് കരുതുക. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ എയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന സംഭവമായിരിക്കും ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 5 ആയിരുന്നു, 5 എന്നുള്ളതിനെ 6 ആക്കി, ഇൻക്രിമെൻറ്റ് ചെയ്ത് 6 ആക്കി. അപ്പോൾ എ ഈക്വൽ ടു 6 എന്ന് കിട്ടി. എന്നിട്ട് ആ കിട്ടിയ 6നെയാണ് ബിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ബി ഈക്വൽ ടു എ എന്നുള്ളത് രണ്ടാമതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എയുടെ വാല്യൂ 6 ആവും. ആ 6 എന്ന് പറയുന്ന വാല്യൂവിനെയാണ് ബിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 6ഉം ഇവിടെ ബിയുടെ വാല്യൂ എയുടെ വാല്യൂ 6, ബിയുടെ വാല്യൂ 6 എന്നാവും. എന്നാൽ ഈ കേസിലാണെങ്കിൽ എയുടെ വാല്യൂ 6ഉം ബിയുടെ വാല്യൂ 5ഉം ആയിരുന്നു. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം എയുടെ വാല്യൂവിന് ബിയിലോട്ട് അസൈൻ ചെയ്യും. എന്നിട്ടായിരിക്കും എയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ആദ്യമേ എയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് പിന്നെ ബിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഈ മെത്തേഡിനെ യൂസ് ആൻഡ് ചേഞ്ച് മെത്തേഡ് എന്ന് പറയും. അതായത് ആദ്യം ബി ഈക്വൽ ടു എ ആ വാല്യൂ യൂസ് ചെയ്ത് ബിയുടെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുക, എന്നിട്ട് എയുടെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യുക. അതുകൊണ്ട് അതിനെ യൂസ് ആൻഡ് ചേഞ്ച് മെത്തേഡ് എന്ന് പറയും. ഇവിടെയാണെങ്കിൽ ചേഞ്ച് ആൻഡ് യൂസ് മെത്തേഡ്. അതായത് ആദ്യമേ ചേഞ്ച് ചെയ്യും. ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ വന്നിട്ടുള്ള ആ എയുടെ വാല്യൂ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എയുടെ വാല്യൂ ആദ്യമേ ചേഞ്ച് ചെയ്യും. എന്നിട്ടായിരിക്കും അതിനെ ബിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ചേഞ്ച് ആൻഡ് യൂസ് മെത്തേഡ് എന്ന് പറയും. ഇത് ഈ ഒരു കാര്യം ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞു നിർത്തിയെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നിടത്തോളം മനസ്സിലായാൽ മതി. ഒരുപാട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വളരെ കുറച്ച് ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഈ ഒരു ഫോർമാറ്റിലുള്ള ഈ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേഷൻസ് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ ബേസിക്കലി നമ്മുടെ ഈ C++ എന്ന പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും. അതായത് A++ ഒരു വേരിയബിൾ എഴുതിയിട്ട് ++ എന്ന സിമ്പിൾ ഇട്ട് കൊടുത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫോർമാറ്റ് ആയിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ ചില കേസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഈ മെത്തേഡ് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഈ A++ എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ്, അല്ലെങ്കിൽ A-, ഇത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇത് മാത്രം തൽക്കാലം പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അതാണ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 പ്ലസ് സിമ്പിൾ വരുന്നെങ്കിൽ അതിന് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. 2 മൈനസ് സിമ്പിളാണ് വരുന്നതെങ്കിൽ അതിന് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഓരോ യൂണിറ്റ് വെച്ച് കുറയ്ക്കണമെങ്കിൽ, അതായത് ഡിക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 2 മൈനസ് എന്ന ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന സംഭവം. ഇനി അടുത്തതാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന സംഭവം, എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ്. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് ആക്ച്വലി അറിയാം. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ സിമ്പിളാണ്. ഇത് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഓപ്പറൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ 2 നമ്പേഴ്സ് എടുത്തിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുത്, ഇപ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതാണോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ചെറുതാണോ, 2ൻ്റെ വാല്യൂ ഈക്വൽ ആണോ അല്ലെങ്കിൽ 2ൻ്റെ വാല്യൂ ഈക്വൽ അല്ലയോ എന്ന ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറയുന്ന ലെസ് ദാൻ സിമ്പിളാണ്. അത് ഉദ്ദേശിക്കുന്ന ഈസ് ലെസ് ദാൻ, അതായത് ഒരു നമ്പർ ഈസ് ലെസ് ദാൻ അതർ നമ്പർ എന്ന് പറയുന്ന ആ റിലേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ ലെസ് ദാൻ സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയും. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പോൾ 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ കാണിക്കാനാണ്, ഒന്ന് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ 2 ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 2 ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മീനിങ് ഈസ് ഈക്വൽ ടു എന്നാണ് സംഭവം. ഇത് ഈ എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ ഈസ് നോട്ട് ഈക്വൽ ടു എന്നാണ് അതിൻ്റെ മീനിങ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത്, ഇപ്പം ഈ 2 ഈക്വൽ ടു വരുന്ന സംഭവം നോക്കാം. നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. A ഈക്വൽ ടു 5 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈ 2 ഈക്വൽ ടു വന്നിട്ടുണ്ടല്ലോ, അത് റിലേഷണൽ ഓപ്പറേറ്ററാണ്. അതിൻ്റെ റിലേഷൻ കാണിക്കുന്നതാണ്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ എയുടെ വാല്യൂ 5 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. അതാണ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഈ 2 ഔട്ട്പുട്ടാണ് ഈ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പം ഈ A ലെസ് ദാൻ B എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ F ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു G എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിനെ F ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു G എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെ A ലെസ് ദാൻ B അല്ലെങ്കിൽ A ഈസ് ലെസ് ദാൻ B എന്ന് നമ്മൾ ഇതിനെ പറയും. ഇതിനെയാണെങ്കിൽ ഇവിടുത്തെ വരുന്നത് F ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു G എന്നായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനും പറയുന്നത്.
ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ എ ലെസ് ദാൻ ബി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുക. എ ചെറുതും ബി വലുതുമാണ് എങ്കിൽ എ ലെസ് ദാൻ ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. കാരണം എ ഈസ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ ഇപ്പം എയുടെ വാല്യൂ ചെറുതും ബിയുടെ വാല്യൂ വലുതുമാണോ എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതേസമയം എയുടെ വാല്യൂ ഗ്രേറ്റർ വലുതും ബിയുടെ വാല്യൂ ആണ് ചെറുതുമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് എന്നായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ കമ്പൈലർ ഇതിനെ ട്രൂവിന് 1 എന്നും ഫാൾസിന് 0 എന്നും പറഞ്ഞായിരിക്കും അതിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന ഔട്ട്പുട്ട് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു ചോദ്യമാണെന്ന് പറയാം. ആ റിലേഷൻ എന്താണെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി. സപ്പോസ് ഇപ്പോൾ എഫ് വലിയ വാല്യൂവും ജി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ചെറുതുമാണ് എങ്കിൽ എഫ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ എന്നായിരിക്കും. എഫ് വലുതും ജി ചെറുതുമാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതേസമയം ജി ആണ് വലുതെങ്കിൽ എഫിനെക്കാളും വലുതാണ് ജി എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് എന്നും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ റിലേഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ഈ രണ്ട് ഔട്ട്പുട്ട് ആയിരിക്കും കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വേരിയബിൾസ് തന്നെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സി എന്ന ആ ഒരു ചോദ്യം, അതാണ് റിലേഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഈ രണ്ട് ഔട്ട്പുട്ടേ ഇതിനുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ എ ഈക്വൽ ടു 5 എന്നും എ ഈക്വൽ ടു 5 എന്നും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതൊരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. നമ്മളിവിടെ കണ്ട പോലെ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്ററാണ് എ ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തെന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 5 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ എ ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. എയുടെ വാല്യൂ 5 ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എയുടെ വാല്യൂ 5 അല്ല എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെ എയുടെ വാല്യൂ ഈക്വൽ ടു 5 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ എ ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. അതേസമയം എ ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഒരു ഈക്വൽ ടു സിമ്പിളേ ഉള്ളൂ. ഈ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന വാല്യൂവിനെ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. എ ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ 5 എന്ന് പറയുന്ന വാല്യൂവിനെ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ നോട്ട് ഈക്വൽ ടു എന്ന സിമ്പലും യൂസ് ചെയ്യാം. ഇവിടെ എ എക്സ്ക്ലമേഷൻ മാർക്ക് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പം എയുടെ വാല്യൂ 5 ആയിരുന്നുവെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് എന്ന് വരും. ഈ നോട്ട് ഈക്വൽ ടു എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് എന്ന് പറയും. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് രണ്ട് നമ്പേഴ്സ്, ശ്രദ്ധിക്കുക, രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഇവിടെ അതായത് രണ്ട് ഓപ്പറൻസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കാനാണ് റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് ഓപ്പറൻസ് ആണുള്ളത്. ഇത് ഒരു ഓപ്പറൻറ്റ് എന്ന് പറയാം, ഈ എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഓപ്പറൻറ്റ് എന്ന് പറയാം, സി എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്പറൻറ്റ് എന്ന് പറയാം. ഈ രണ്ട് ഓപ്പറൻറ്റ് തമ്മിലുള്ള റിലേഷൻസ്, അങ്ങനെ രണ്ട് ഓപ്പറൻറ്റ് തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇതായിരിക്കും ഈ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. കമ്പൈലർ ഈ ട്രൂവിനെ 1 എന്നായിരിക്കും എടുക്കുന്നത്, ഫാൾസിനെ 0 എന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് റിലേഷണൽ ഓപ്പറേറ്ററും പിന്നെ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ഒരു 2 ഓപ്പറേറ്റേഴ്സിനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.